لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുള്ള ഉപദേശങ്ങളിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് ഇഹലോക ജീവിതത്തിലെ നമ്മുടെ അലങ്കാരങ്ങളെ സംബന്ധിച്ചുള്ള താക്കീതിനെ കുറിച്ചായിരുന്നു. സമൂഹം ഏറെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഏറെക്കുറെ അഴിമതിയും സ്വജനപക്ഷപാതങ്ങളും അധാർമികതകളും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ സമൂഹത്തിലേക്കും ഇത്തരം ജീർണതകൾ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിന് ദിശാബോധം നൽകേണ്ട ആളുകൾ സമൂഹത്തിൽ ജീർണത പകരുന്നവരായാൽ അത്തരം സമൂഹങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നതാണ് മാനവ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു വലിയ ഗുണപാഠം എന്നുള്ളത്. നമ്മെ പരിവർത്തിപ്പിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് പരലോകബോധമാണ്. ഇവിടെ നിന്നും തിരിച്ചു പോകേണ്ടവരാണ് എന്ന ചിന്തയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നാക്കുന്നത്. നമ്മുടെ കടമകളെ ഭംഗിയായി നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരമൊരു ചിന്തയാണ്. അതുകൊണ്ട് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകളോടാണ് മതത്തിന് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ പറയാനുള്ളത്. ആ രണ്ട് സംഗതികളും അംഗീകരിക്കാത്ത ഒരാളോടും മതത്തിനൊന്നും പറയാനില്ല, അല്ലാഹുവിന് അവരോട് സംസാരിക്കാനുമില്ല. ഞാൻ ആമുഖമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറ ഗാഫിറിലെ 39-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ മാലോകരോട് ഉപദേശമായി ഒരു പുണ്യമനുഷ്യന്റെ ഉപദേശം പറയുന്നത് യാക്കോബ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം തന്നെ ജനങ്ങളോട് ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ ഇന്നമാ ഹാദിഹിൽ ഹയാത്ത് ദുനിയ, ഈ ഐഹിക ജീവിതം ഉണ്ടല്ലോ മത്താഉൻ, അതൊരു താൽക്കാലിക വിഭവം മാത്രമാണ്. ഇന്നൽ ആഖിറ,
തീർച്ചയായും പരലോകമാണ് ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിനുള്ള, എന്നെന്നും ജീവിക്കേണ്ട, ഒരിക്കലും നശിച്ചു പോകാത്തത് പരലോകമാണ്. അതിനാൽ അതിനുവേണ്ടിയാണ് ഒരുങ്ങേണ്ടത് എന്നതാണ് അദ്ദേഹം ബനൂ ഇസ്രായേലിനോട് നടത്തിയിട്ടുള്ള ഉപദേശമായി ഖുർആനിലെ 40-ാമത്തെ അധ്യായം മുഅ്മിൻ എന്നും ഗാഫിർ എന്നും പേരിലുള്ള ആ അധ്യായത്തിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. അപ്പൊ ഇഹലോകം എന്ന് പറയുന്നത് നശ്വരമാണ്. ഇന്ന് പുലർന്നാൽ പറയാം നമ്മൾ പുലർന്നു എന്നുള്ളത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ എല്ലാവരും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുപോലെ ഒരു വസ്തുതയാണ് ഇന്ന് ഹയാത്തിലുള്ള എല്ലാവരും ഇന്ന് രാത്രി ഉറങ്ങാനുണ്ടാവില്ല എന്നത്. അവരിൽ ചിലരെങ്കിലും ശാശ്വതമായ മറ്റൊരു ലോകത്തേക്ക് യാത്രയായിട്ടുണ്ടാവും. അതാണ് മനുഷ്യന് ചരിത്രം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വലിയ താല്പര്യപൂർവ്വം വെട്ടിപ്പിടിച്ചിട്ടുള്ള നമ്മുടെ സാമ്രാജ്യങ്ങൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, നമ്മളുടെ മറ്റു വസ്തുവകകൾ എല്ലാം വിട്ടേച്ച് നമ്മൾ പോകും. അത്തരമൊരു പോക്ക് അനിവാര്യമാണ്. ഏതുവരെ അവനവന്റെ ജീവിത പങ്കാളിയെപ്പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ആ ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ മറ്റൊരു ദിവസം വേറൊരാളുടെ ജീവിത പങ്കാളിയായി മാറുകയും ചെയ്യും. അതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, ഖലീലത്തുൻ ദാഇലത്തുൻ ഫാനിയത്തുൻ ഖരീബിൻ തദ്ഹബു, ക്ഷണികവും നശ്വരവും വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതുമാണ് ഈ ദുനിയാവ് എന്നതാണ് ആ വചനത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇമാം തൊബരി പറയാണ്, മാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ആജിലത്തുൻ അല്ലത്തി അജലത് ലക്കും ഹാദിഹി ദാർ, നിങ്ങൾക്ക് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഐഹിക ലോകം എന്താണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? എല്ലാം അത്താഴം, അത് കുറഞ്ഞൊരു ഒരു വിഭവം മാത്രമാണ്. തസ്തംതിഊൻ, നിങ്ങൾ അതുകൊണ്ട് ആസ്വാദനം അനുഭവിക്കുന്നു. ബിഹാ ഇലാ അജലിൻ, ഒരവധി വരെ. ആത്തേക്കും ബാല്യവും അതെത്തിക്കഴിഞ്ഞാൽ, ആ അവധി പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വിട്ടേച്ചു പോകും. സുമ്മ തമൂത്തൂന, പിന്നീട് നിങ്ങളൊക്കെ മരിച്ചു പോകും. അപ്പൊ തസൂലു അൻകും, എന്താണോ നിങ്ങൾ നേടിയത് ആ നേടിയത് ഇവിടെ ഇട്ടേച്ചുകൊണ്ട് നിങ്ങളെല്ലാം കടന്നു പോകും എന്ന് ഇമാം തൊബരി ആ ആയത്തിനെ തഫ്സീർ കുറിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ചില അതിർത്തി തർക്കങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പുറം കാഴ്ചക്കാരായി കേട്ടു നിന്നാൽ രണ്ടുപേരും ഇവരോടുകൂടി വാശിയോടുകൂടി പിടിച്ചെടുക്കുന്നത് പലപ്പോഴും തന്റേതല്ല എന്ന് ബോധ്യമായിട്ടും വാദം കൊണ്ടും ന്യായം കൊണ്ടുമൊക്കെ എതിരാളിയെ മലർക്കഴിച്ച് അയാളിൽ നമ്മൾ പിടിച്ചു വാങ്ങുന്നത് ആസ്വദിക്കാൻ ഈ പിടിച്ചു വാങ്ങുന്നവരൊരു പക്ഷേ ആയുസ്സുണ്ടായി പോകുന്നില്ല. ചില സംഗതികൾ നേടിയെടുക്കാനുള്ള നമ്മുടെ വ്യഗ്രത നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ഇടപാടുകളിലാകാം, കച്ചവടത്തിലാകാം, കൃഷിയിലാകാം, അതുപോലെ മറ്റു വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിലാകാം. പക്ഷെ ആ സംഗതികളൊക്കെയും ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ നീങ്ങിപ്പോകുന്നത് എത്രയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകനൊരു വാങ്ങിക്കാരനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഒതുവെടുക്കാൻ. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് പ്രവാചകന് ഒതുവെടുക്കാനുള്ള സൗകര്യം അദ്ദേഹം ചെയ്തു കൊടുത്തപ്പോൾ റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ചോദിച്ചു കൊള്ളാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് അദ്ദേഹം ഒരല്പസമയത്തേക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കൂ. അപ്പൊ റസൂലിനോട് അദ്ദേഹം പറഞ്ഞത്, വേറെ പലതും ചോദിക്കാനുണ്ട്, പക്ഷേ ആ ചോദിച്ചത് നേടിയെടുക്കാൻ, അത് അനുഭവിക്കാൻ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല എന്നതാണ്. ഒരു ബാല്യക്കാരന്റെ മനസ്സിൽ പോലും കൃത്യമായ തിരിച്ചറിവ്
ഈ നശ്വര ലോകത്തെ പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ആ ചോദ്യത്തിലൂടെ അദ്ദേഹം ആവർത്തിച്ചതും ഭൗതികമായ മറ്റൊന്നിലേക്കും അദ്ദേഹത്തിന് ശ്രദ്ധ പോകാതിരുന്നതും. സഹോദരങ്ങളെ, അത്രയൊക്കെയും ആലോചിക്കണമെങ്കിൽ നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയുമൊക്കെ കുറെ കൂടി ഉയരേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെ പറ്റിയും ചെന്നു ചേരേണ്ട അനശ്വര ലോകത്തെപ്പറ്റിയും നമുക്കുണ്ടാകൽ നിർബന്ധമാണ്. എന്താണ് നിർബന്ധം എന്ന് പറഞ്ഞത്? വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ആ നിർബന്ധം എന്ന് പറഞ്ഞത്, ആ നിർബന്ധത്തിന് നമ്മൾ നിന്നുകൊടുത്തില്ല എങ്കിൽ നമ്മൾ പരാജിതരാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനയുടെ മടൽ കൊണ്ട് മെടഞ്ഞ ഒരു പായയിൽ പ്രവാചകൻ കിടന്നുറങ്ങുകയാണ്. സ്വഹാബിമാരായ ആളുകൾ ചുറ്റുമുണ്ട്. പ്രവാചകൻ എഴുന്നേറ്റ് വന്നപ്പോൾ പ്രവാചകന്റെ ദേഹത്തെ പാട് കണ്ട് അവർ ചിലർ വിഷമിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂല് ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞത്, കിസ്റയെയും കൈസറിനെയും ഒക്കെ അവിടെ രാജകൊട്ടാരങ്ങൾ ഈ ദുനിയാവിലുണ്ട്. എത്രയോ സുഖലോലുപതയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻത റസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ്. പക്ഷെ എന്നിട്ടും അങ്ങയുടെ അവസ്ഥ ഇതാണല്ലോ എന്നതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഇസ്ലാമിലെ എക്കാലത്തെയും കുരുക്കു മനുഷ്യനായ ഉമറിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അമ്മ തല്ല അൻ തകൂന ലഹുമ ദുനിയ വലക്കൽ ആഖിറ. ഉമറെ, നിങ്ങൾക്ക് പരലോകവും അവർക്ക് ഇഹലോകവും ഉണ്ട് എന്നതിൽ നിങ്ങൾക്ക് സമാധാനമാകുന്നില്ലേ? തൃപ്തി ലഭിക്കുന്നില്ലേ? നമുക്കെല്ലാം അല്ലാഹു നൽകാനിരിക്കുന്നത് പരലോകത്തെ സുഖസുഷുപ്തിയാണ്. അതുകൊണ്ട് ഇഹലോകത്തുണ്ടാകുന്ന കഷ്ടതകൾ അതിനെ മറക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? ആ പരലോകം കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ലേ എന്ന് പ്രവാചകൻ ഉമറിനോട് ചോദിച്ചതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ദുനിയാവും പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കുന്നുണ്ട്. ദുനിയാവിനെ പാടെ മറക്കണമെന്ന് ഈ പറയുന്നത് അത്രയില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ അനശ്വരമായ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യത്തെ ദുനിയാവ് തകർക്കുന്നുണ്ട് എങ്കിൽ, കരയുടെ മേലേക്ക് ചാഞ്ഞ മരമാണ് എങ്കിൽ ആ മരം വെട്ടിമാറ്റണമെന്നതുപോലെ നമ്മുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്നതാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമാണ് നമ്മുടെ താല്പര്യങ്ങളെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് നമ്മുടെ ആസ്വാദനങ്ങളെങ്കിൽ, അത്തരം ആസ്വാദനങ്ങളെ തടയുക എന്നുള്ളത്, അതിനെ മറികടക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഖുർആനിലൊരു അധ്യായമാണ് 102-ാമത്തെ അധ്യായം. തകാസുർ എന്നാണ് അതിന്റെ പേര്. പെരുപ്പം നടിക്കൽ, പെരുമ കാണിക്കൽ എന്നൊക്കെയാണ്. ഇല്ലാത്ത സംഗതികൾ പറഞ്ഞുകൊണ്ടിങ്ങനെ വലിപ്പം കാണിക്കുക എന്ന സ്വഭാവത്തെയാണ് തകാസുർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആളുകൾ ഇങ്ങനെ നമുക്കില്ലാത്തതും ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകും. അസ്ൽ ബസരി പറയാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആളുകൾ ഇങ്ങനെ ആ വലിപ്പം പറഞ്ഞ് അവരെവിടെ വരെ എത്തി? അവരെ പള്ളിക്കാട്ടിലെ കബറിടം വരെയും എത്തി. എന്നിട്ട് ഓരോ മീസാനും ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു, അവരുടെ പൂർവികർക്കുണ്ടായ ശക്തിയും അവരുടെ പൂർവികർക്കുണ്ടായിട്ടുള്ള കഴിവും അതേപോലെ സാമ്പത്തിക ശേഷിയും ഒക്കെ അവരിങ്ങനെ പറയാൻ തുടങ്ങി. നമ്മളുടെ ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ആ പരിമിതമായ വിഭവങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അതിജയിക്കാൻ വേണ്ടി പെരുപ്പം നടിക്കുന്ന സ്വഭാവം അത് ജനങ്ങൾക്ക് എക്കാലത്തുമുള്ളതാണ്. ഖുർആൻ അതിനെ ആക്ഷേപിക്കുകയാണ്. തക്കാസുർ, പെരുപ്പം നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. ദുനിയാവിന്റെ വിഭവങ്ങളോടുള്ള ഈ പെരുപ്പം കാണിക്കൽ, എത്ര കിട്ടിയാലും മതിവരാത്ത നിങ്ങളുടെ ആ മാനസികാവസ്ഥ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു തരിക, ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് അശ്രദ്ധ നിങ്ങളെ വിട്ടുപോകുന്നത്?
നിങ്ങൾ നിങ്ങളുടെ ഖബറിടം സന്ദർശിക്കുന്നതുവരെ. മരണത്തിന്റെ മാലാഖ എന്നിലേക്കും നിങ്ങളിലേക്കുമൊക്കെ കടന്നു വരുന്ന ദിവസം നമ്മൾ തിരിച്ചറിയും, ഇതുവരെ നമ്മൾ ജീവിച്ചതൊരു മിഥ്യയിലായിരുന്നു, യാഥാർത്ഥ്യമായ ജീവിതം ഇതാ കടന്നു വരികയാണ് എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അത്തരം പെരുമ നടിക്കലിൽ നിങ്ങൾ ഉൾക്കൊള്ളികതരായിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ആ ചെറിയ അധ്യായത്തിലൂടെ അള്ളാഹു എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും, ഖുർആനിൽ ദുനിയാവിനെ പറ്റി പറഞ്ഞിടത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വഞ്ചനയുടെ തിരക്കാണ് എന്നതാണ്, വഞ്ചനയുടെ വിഭവമാണ് എന്നാണ് ഖുർആൻ അത്തരം സ്ഥലങ്ങളിൽ പറഞ്ഞത്. അത് ശ്രദ്ധേയമാണ്. 57-ാമത്തെ അധ്യായം സൂറ ഹദീദിലെ 20-ാമത്തെ വചനം. ഇഅ്ലമു, നിങ്ങൾ അറിയണം. ആ പ്രഖ്യാപനത്തിന്റെ ഒരു ഗാംഭീര്യത നോക്കുക. ഒരായത്ത് പറയുമ്പോൾ ആയത്തിന് തലക്കൽ അള്ളാഹു പറയണം, ഇഅ്ലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. എന്താണ് അറിയേണ്ടത്? അന്നമൽ ഹയാത്ത് ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഇനി പറയണതാണ്. എന്താണ് പറയാനുള്ളത്? ലഇബ് വലഹുവ്, അതൊരു കളിയും വിനോദവുമാണ്. വസീനത്തുൻ, അതേപോലെ തന്നെ ചില അലങ്കാരങ്ങളുമാണ്. വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്. വതകാസുറുൻ, നേരത്തെ നമ്മൾ പറഞ്ഞ തകാസുർ പെരുമ നടിക്കലാണ്. ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെയും സമ്പത്തിന്റെയും കാര്യത്തിലൊക്കെ നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്ന പെരുമ നടിക്കലുമാണ്. കമഹലി വയസ്സിൻ, അത് ഏതുപോലെയാണ്? അതൊരു പുതുമഴ പോലെയാണ്. പുതുമഴയിൽ എന്താണ് സംഭവിക്കുന്നത്? അഅജബൽ കുഫാർ, കർഷകരൊക്കെ അത്ഭുതപ്പെട്ടുപോയി. നബാത്തുഹു, അവരുടെ ചെടികളുടെ വളർച്ച കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു. കാരണം ഇന്നലെ വരെ ഉത്തരമായി നിന്ന കത്തിക്കാളി എന്ന ഭൂമിയിൽ മഴ പെയ്തപ്പോ ആ ഭൂമി തളർക്കുകയും അതിലെ ചെടികളൊക്കെയും വളരാൻ തുടങ്ങി. സുമ്മയഹീജു, പിന്നീട് അതിന് ഉണക്ക് ബാധിച്ചു. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അത് മഞ്ഞ നിറമുള്ളതായി കാണാം. സുമ്മയക്കൂന ഹുക്കാമ, പിന്നീട് അത് ഉണങ്ങി തുരുമ്പായി തീർന്നു. പരലോകത്തെ അദാബുൻ ശദീദുൻ, കഠിനമായ ശിക്ഷയും അതേപോലെ തന്നെ മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും അവന്റെ തൃപ്തിയും. പരലോകത്ത് ഈ രണ്ടുമാണുള്ളത്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ. ഒരു പുതുമഴയിൽ ഇന്നലെ വീണ മഴയിൽ ഉയർന്ന തകര പോലെ എന്ന് നമ്മുടെ കാരണവന്മാർ പറയുന്ന ചൊല്ല് പോലെ അത്രയുള്ള ദുനിയാവ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ 19 വയസ്സ് കഴിഞ്ഞവരാണ് അധികം ഇരിക്കുന്ന ആളുകൾ. ഈ 50 വയസ്സിന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു അരമണിക്കൂർ കൊണ്ട് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവചരിത്രം പറഞ്ഞാൽ തീരാൻ മാത്രമേ ഉള്ളൂ. പരലോകത്ത് വരുമ്പോൾ ഈ ആളുകൾ ഇല്ല അഷിയത്തൻ അവർ പറയും, നമ്മൾ ഈ ദുനിയാവിൽ ഒരല്പം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതമോ അല്ലാതെ ഒന്നും നമ്മളവിടെ കഴിച്ചിട്ടില്ല എന്ന്. 70, 80 കഴിഞ്ഞ ആൾക്കാർ പറയുന്ന വർത്തമാനമാണ്. അതാണ് ഈ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത്. ഒരു പുതുമഴയുടെ ആ ഒരു പ്രതീതിയേ ഉള്ളൂ. അതിങ്ങനെ ചെടിയൊക്കെ വളർത്തി പെട്ടെന്ന് അതിങ്ങനെ അതെന്ത് ചെയ്തു, അത് ഉണക്ക് ബാധിച്ചു, പിന്നെ മഞ്ഞ നിറമായി, പിന്നെ തുരുമ്പായി, അതങ്ങ് പോയി. എന്നാൽ പരലോകത്ത് വരുമ്പോഴോ രണ്ടവസ്ഥയാണുള്ളത്. ഒരു വിഭാഗത്ത് കഠിനമായ ശിക്ഷയാണ് എങ്കിൽ മറുഭാഗത്ത് സംഭവിക്കുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും അതേപോലെ തന്നെ അവനിൽ നിന്നുള്ള തൃപ്തിയുമാണുള്ളത്. വമൽ ഹയാത്തു ദുനിയ, വീണ്ടും അള്ള പറയാം, ഈ ദുനിയാവെന്ന് പറയുന്നത് ഇല്ലാ മത്താഉൽ ഗുറൂർ, അത് വഞ്ചനയുടെ ചരക്കാണ്. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഒരു ഗനീമത്തിന്റെ മുതൽ പ്രവാചകന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. പങ്കെടുത്ത ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. തന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൽ വലിയൊരു കൂമ്പാരം എടുത്തു വച്ചിട്ട് അദ്ദേഹം അത് ചുമക്കാൻ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം
സഹായത്തിന് വേണ്ടി മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു അത് പാടില്ല, സ്വന്തം എടുക്കാൻ പറ്റുന്നതേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ താൻ എടുത്തതിൽ നിന്ന് കുറെ കൂടി പുറത്തിട്ട് ബാക്കി അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ചുമന്നു പോകുമ്പോൾ പ്രവാചകൻ തന്റെ പിതൃവിനെ ചൂണ്ടിട്ട് പറഞ്ഞത് ദുനിയാവതെ ഇതുപോലെയാണ്, നമ്മൾ എത്ര കണ്ട് ഉപയോഗിക്കുമെന്നതല്ല നമ്മുടെ ആഗ്രഹം. എത്രയും കിട്ടിയാലും മതിവരാത്തൊരു മനസ്സിന്റെ ഉടമകളായി ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് ഈ ദുനിയാവിന്റെ ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് എന്നതാണ്. ആള് പരലോകത്തിന്റെ ആളാണോ ദുനിയാവിന്റെ ആളാണോ എന്നുള്ളത് അയാളുടെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് കണ്ടാൽ മനസ്സിലാകും. ചില വീടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ ആളുകൾ മരിക്കില്ല എന്ന്. മരിക്കാൻ അവർക്ക് കഴിയില്ല. കണ്ടിരിക്കണം, നമുക്ക് മരിക്കാൻ തോന്നില്ല, പിന്നെയല്ലേ അവർക്ക് മരിക്കാൻ തോന്നുന്നത്? കാരണം അത്രമേൽ ഇവിടെ ശാശ്വതമാണ് എന്ന് കരുതി കെട്ടിപ്പൊക്കിയവരാണ് അവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്കിടയിലൂടെ അങ്ങാടിയിലൂടെ നടന്നുപോയപ്പോ പ്രവാചകൻ ഒരു കുബ്ബ കണ്ടു. ഓരോ ഗേറ്റിന്റെ പടിവാതിൽ അതിങ്ങനെ അലങ്കരിച്ചു വച്ചിരിക്കുന്ന പ്രത്യേകമായി പണിത കുബ്ബ കണ്ടു പ്രവാചകൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തരം കുബ്ബകളുടെ ആളുകൾ നാളെ പരലോകത്തെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി. പ്രവാചകനോട് ആ പറഞ്ഞത് കേട്ട സഹാബിമാരിൽ ഒരാൾ, അൻസാരിയായ ഒരാളുടെ ഒരു യുവാവിന്റെ വീടിന്റെ ഗേറ്റായിരുന്നു അത്. അള്ളാഹുവിന്റെ റസൂൽ താങ്കളുടെ ഗേറ്റ് കണ്ടിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ആ ഗേറ്റ് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് മറ്റൊരിക്കൽ പോയി അതില് താൻ കണ്ട കുബ്ബ കാണാതായപ്പോ റസൂല് ചോദിച്ചു, ഇവിടുത്തെ ഗേറ്റ് എന്ത് പറ്റിയിരുന്നു? അള്ളാഹുവിന്റെ റസൂല് അങ്ങ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം അത് പൊളിച്ചു കളഞ്ഞു എന്നത്. ഒരു വീടും പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമില്ല. നമ്മുടെ പൂർവികരായ ആളുകൾ എത്രമേൽ അത്തരം വർത്തമാനങ്ങളെ ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ, അവരൊക്കെ പരലോകത്തിന്റെ ആളുകളായിരുന്നു എന്നതിന്റെ കൃത്യമായ ഒരു രേഖാചിത്രമാണ് അത്തരം സംഭവങ്ങളിലൂടെ കാണുന്നത്. പ്രവാചകൻ വിലക്കിയത് കൊണ്ടു നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് മറ്റൊരാൾക്ക് വിറ്റുകൊണ്ടെന്റെ പണവും പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പൊളിച്ചു മാറ്റിയതാണ്. അതാണ് ജീവിതത്തെ കൃത്യമായി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ, ഈ ശരീരമൊക്കെ മണ്ണിന് ഭക്ഷണമാകേണ്ടതാണ്. വലിയ കോസ്മെറ്റിക് വസ്തുക്കളൊക്കെ വാരി പെരട്ടി അതിങ്ങനെ തുടുത്ത് തക്കാളി പോലെ ആക്കിയതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് മണ്ണിന് തീറ്റ കൊടുക്കേണ്ട സാധനമാണ്. ആ ഒരു വിചാരം മരണത്തിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ ഈ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന കാലത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളിൽ, എന്തെങ്കിലും ഒരു വളണ്ടിയർ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇരന്നു തുരുമ്പ് പിടിക്കുകയാണ്, നശിച്ചു തീരുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇനിയൊരു യുദ്ധമൊന്നും വരാനില്ല കേട്ടോ. നമ്മളങ്ങനെ വിചാരിക്കുക യുദ്ധം വന്നാൽ നമ്മളത്ര റെഡിയാണെന്നുള്ളതാണ്. പക്ഷെ യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെയും ചെയ്തു തീർക്കേണ്ട, ശരീരം കൊണ്ട് അധ്വാനിക്കേണ്ട ഒരുപാട് അധ്വാനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ അവിടേക്ക് തിരിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഒരുപാട് ചെയ്യാമായിരുന്നു നമ്മൾ തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ അടുക്കലേക്ക് മരണത്തിന്റെ മാലാക കടന്നു വരുമ്പോഴാണ്. അലിമത്തിനൊത്തും ആ കദ്ദമത്ത് വാഹറ. ഓരോ മനുഷ്യനും തിരിച്ചറിയും. എന്താണ് തിരിച്ചറിയുന്നത്? താൻ മുൻകൂട്ടി ചെയ്തതും ചെയ്യാതെ വിട്ടുകളഞ്ഞതും. ചെയ്യാൻ അവസരങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നു. എത്രയോ ആഹ്വാനങ്ങൾ ഞാൻ തന്നെ ഈ പള്ളിയിൽ നിന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയുടെ മുൻവശം കാണുമ്പോൾ വളരെ അട്രാക്റ്റീവാണ്. അതിന്റെ ആ പണിയിൽ പങ്കെടുത്തവർക്കും കൊടുത്തവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ പള്ളിയുടെ ബാക്കിലേക്കൊന്ന് അടുത്തൊന്ന് പോയി നോക്കാൻ നല്ലതാണ്. അത് പറയാൻ മാത്രം, അല്ലെങ്കിൽ നമുക്ക് എവിടെയും കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള അന്തസ്സ് അവിടെ ഇല്ല, ഒരു മാന്യത അവിടെ ഇല്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നടത്തിയ വിപ്ലവകരമായ ഒരു ആദർശത്തിന്റെ പിന്തലമുറക്കാരാണ് അവർ, നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ സ്ത്രീജനങ്ങളെ അവഗണിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമായി ഈ പള്ളിയിൽ നിന്നല്ല ഒരു പള്ളിയും മാറാൻ പാടില്ല. എന്നാൽ സഹോദരിമാരും നമ്മുടെ മക്കളുമൊക്കെ കയറി വരുന്ന ആ ഭാഗമൊന്ന് നോക്കൂ നിങ്ങൾ. അത് വളരെ ശോചനീയമാണ്.
ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊന്നും നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകേണ്ടതില്ല. ഈ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. എന്റെയും നിങ്ങളുടെയും വീടാണ് അങ്ങനെ ഉറക്കൊള്ളുന്നത് എങ്കിൽ, അങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത് എങ്കിൽ തീർച്ചയായും അതൊരു മാസം പോലും കിടക്കാൻ ഞാനും നിങ്ങളും സമ്മതിക്കില്ല. പിന്നെ ഈ മീശയും താടിയുമൊക്കെ വച്ചു നടക്കുന്നതിൽ ഒരു അന്തസ്സും മാന്യതയും ഉള്ളവരായി ഞാനും നിങ്ങളും ഗണിക്കുകയില്ല. അത് നമ്മൾ ശരിയാക്കുമെന്നുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത് അരിവത്ത് നഫ്സും ആ കദ്ദമത്ത് വാക്കറ. ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ജീവിതകാലത്ത് കണ്ടു, തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ചെയ്യാമായിരുന്നു, ഒരുപാട് സംഗതികളുണ്ടായിരുന്നു, കൊടുക്കാമായിരുന്നു. പക്ഷെ കൊടുക്കാൻ പിശാച് സമ്മതിച്ചില്ല. തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു നല്ല കാര്യത്തിന് മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമ്പോൾ 7 പിശാചുക്കൾ അയാൾ അതിൽ നിന്ന് പിൻവലിക്കുകയുമെന്നുള്ളതാണ്. പിശാച് കൂടി പിശാച് ബാധ എപ്പോഴല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ മനസ്സിൽ അത് കൊടുക്കാതിരിക്കാനുള്ള ദുർന്യായങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. എന്തിനാണ് ഇത്ര കൊടുക്കേണ്ടത്? നിങ്ങളെക്കാൾ വലിയ മുതലാളിമാരവിടെ ഉണ്ടല്ലോ, അവരെത്രയാണ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് പല ദുർന്യായങ്ങളും കണ്ട് കൊടുക്കാൻ വിചാരിച്ചതിന്റെ 10 കൊടുത്ത് സായോജ്യമടയുന്നവരാണ് നമ്മളൊക്കെയും. അതുകൊണ്ട് ഈ പറയുന്ന സംഗതികളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ദുനിയാവിനെ അള്ളാഹും അവന്റെ പ്രവാചകനും വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോടൊപ്പം യാത്ര പോകുന്ന വേളയിൽ ചത്ത് ജീഞ്ഞനാകുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. പ്രവാചകൻ അവരോട് ചോദിച്ചു, 2 ദിർഹമിന് ആരെടുക്കും ഈ ആടിനെ എന്ന്. അവരെല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. പ്രവാചകൻ അവരുടെ ആശയം പഠിപ്പിക്കുകയാണ്, എങ്കിൽ 1 ദിർഹമിന്. അപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമില്ല. എങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ള സഹോദരങ്ങളെ, ഇതിനേക്കാൾ ഇത്ര പോലും വിലയില്ല അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ദുനിയാവിൽ. അപ്പോൾ നിങ്ങൾ അതിനേക്കാൾ വലിയൊരു മാന്യതയും അതിനേക്കാൾ വലിയൊരു പത്രാത്തും അതിനേക്കാൾ വലിയൊരു അന്തസ്സുമൊക്കെയും ഈ കൊണ്ടു നടക്കുന്ന ദുനിയാവിന് നിങ്ങൾ കൽപ്പിക്കേണ്ടതില്ല എന്നതാണ് പ്രവാചകൻ തന്റെ അനുചരരെ പഠിപ്പിച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആശയം. ഇനി അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറയുന്നത് നോക്കൂ നിങ്ങൾ: വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി. എന്താണ് പറഞ്ഞത്? വലാ തമുദ്ദന്ന ഐനൈക, നീ നിന്റെ കണ്ണിനെ അങ്ങോട്ട് വായിക്കരുത്. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ, മറ്റുള്ള മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഐഹിക അലങ്കാരങ്ങളിലേക്ക്, അവർക്ക് നൽകിയിട്ടുള്ള പത്രാസുകളിലേക്ക്, അവർക്ക് നൽകിയിട്ടുള്ള ദുനിയാവിന്റെ വിഭവങ്ങളിലേക്ക് നീ നിന്റെ കണ്ണ് വായിക്കരുത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖർറബായിട്ടുള്ള സൃഷ്ടികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനോട് അള്ളാഹ് പറയാ, അങ്ങോട്ട് നോക്കണ്ടാട്ടോ എന്ന്. എന്തേ കാരണം പറഞ്ഞത്? ഈ നഫ്തിനഹുഫി, അവരെ അതിലൂടെ നാം പരീക്ഷിക്കുകയാണ്. ഈ 2 മുക്കാൽ നിങ്ങളുടെ കയ്യിൽ വെച്ചു തന്നിട്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. പടച്ചവന്റെ അടുക്കലുള്ള ഉപജീവനവും അള്ളാഹുവിന്റെ അടുക്കലുള്ളതുമാണ് ഉത്തമവും എക്കാലത്തും അവശേഷിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഒരു തിരിച്ചുപോക്കിന് ഈ പള്ളി പരിപാലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സഹോദരൻ ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ICUവിലാണ്. എത്ര ദിവസമായി അദ്ദേഹം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അർദ്ധബോധാവസ്ഥയിൽ അദ്ദേഹത്തെ സാധിക്കുന്നവരൊക്കെയും മാന്യമായി കൈയയച്ചൊന്ന് സഹായിക്കേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയിലും ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ കൊടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത്രയുള്ളൂ ജീവിതം. ഒരു കണക്കിന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. ഇത്രയും നല്ല പ്രവർത്തനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് നിർത്തി ജീവിതത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകാൻ കഴിയുക എന്നുള്ളതും ഭാഗ്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ഒരു തിരിച്ചുപോക്ക് നമ്മൾ ഒരുങ്ങുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരരെ പഠിപ്പിച്ചതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിന്റെ റസൂലോട് ചോദിക്കണം, അയ്യപ്പം മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി. സ്വന്തം പണത്തേക്കാൾ അനന്തരാവകാശിയുടെ പണത്തെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയാണോ ഇഷ്ടം, അതല്ല നിങ്ങളുടെ അനന്തരാവകാശികളുടെ പൈസയാണോ ഇഷ്ടം എന്നതാണ്. ഏത് പണമാണ് നിങ്ങൾക്കിഷ്ടം? പ്രവാചകൻ അത് ചോദിച്ചു. കാലു അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ മിൻ അഹദുൻ ഇല്ലാ മാലഹു അഹബ്ബു ഇലൈഹി. ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പൈസയെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ പണം തന്നെയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കണം, ഫഇന്ന മാലഹു, നിങ്ങളുടെ ധനമെന്ന് പറയുന്നത് മാ തഖദ്ദം, നിങ്ങൾ മുൻകൂട്ടി ചെലവഴിച്ചു കഴിഞ്ഞതാണ്. വമാലു വാരിസിഹി, നിങ്ങളുടെ അനന്തരാവകാശികളുടേതെന്ന് പറയുന്നത് മാ അഖർ, നിങ്ങൾ അവശേഷിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അവശേഷിപ്പിക്കാനാണ് വല്ലാതെ പ്രയാസപ്പെടുന്നത്. എങ്ങനെയെങ്കിലും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഗുണം? മരിച്ചു പോകുമ്പോൾ പറയും, എന്റെ വാപ്പ മരിക്കുമ്പോൾ ബാങ്കിൽ 5 കോടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയെത്ര സ്വത്തുവകകൾ ഉണ്ടായിരുന്നു, ഇത്ര പറയലുണ്ടായിരുന്നു എന്നൊക്കെ മക്കളെ നിങ്ങളുടെ കബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു പൊക്കോളും. അതിനുള്ള കണക്ക് കൂടി നിങ്ങൾ അവിടെ പറയേണ്ടി വരുമെന്ന് മാത്രം. നമ്മുടെ ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഞാനത് സൂചിപ്പിച്ചു പോകാറുണ്ട്. 50 കൊല്ലം മുമ്പ് നമ്മളുടെ സമൂഹത്തിൽ കാര്യമായി നമ്മെ ആശങ്കപ്പെടുത്തിയിരുന്നത് വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു. സോഷ്യൽ സ്റ്റഡീസിൽ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ജനപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ 5 മാർക്കിന്റെ എസ്സയാണ്. എഴുതി കൊടുത്താൽ നല്ല 5 മാർക്ക് തരും. ജനപ്പെരുപ്പം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതായി പോകും, ആളുകൾക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരും, വലിയ പ്രയാസമായി പോകും. അങ്ങനെയൊക്കെ ദീർഘം എഴുതി മാർക്ക് വാങ്ങിച്ചവരാണ് ഞാനടക്കമുള്ള എന്റെ സമകാലികരൊക്കെയും. എന്നാൽ 50 വർഷം പിന്നിടുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ദാരിദ്ര്യം അവിടെ വന്നോ? അന്നാ പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് നമ്മൾ എത്തിയോ? ദാരിദ്ര്യമില്ല എന്ന് മാത്രമല്ല, ഭൗതികമായ സുഖസൗകര്യങ്ങൾ 50 കൊല്ലത്തിനേക്കാൾ 10 മടങ്ങായി വർദ്ധിച്ചു. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ആളോഹരി കണക്കാണ്. ഇനി എളുപ്പം ആ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളുടെ ഉമ്മറത്തേക്ക് നോക്കിയാൽ മതി, പോർട്ടിൽ എത്ര വണ്ടിയാണ് നോക്കിയാൽ മതി. SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു BSc SLR എന്ന് പറയുന്ന പഴയ സൈക്കിൾ വാങ്ങി ചവിട്ടിയവനാണ് ഞാൻ. ഇന്ന് എന്റെ വീട്ടിൽ 3 വണ്ടിയുണ്ട്. ഏറ്റവും ചുരുങ്ങിയ നിലയിൽ നമ്മൾ പറയണം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, ദാരിദ്ര്യം എവിടെയാണ് വന്നിട്ടുള്ളത്? ദാരിദ്ര്യം വന്നത് പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കുന്നിടത്ത്, അവിടെ ദാരിദ്ര്യമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവിടെ മദ്രസയുടെ സ്ഥിതി വളരെ ശോചനീയം, പള്ളി അതിനേക്കാൾ ശോചനീയം, ഇനി പൊതു സംരംഭങ്ങൾ വളരെ ശോചനീയം, ഖുർആൻ പഠന സംവിധാനങ്ങൾ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും അതിന്റെ സജീവത കൊണ്ടും വളരെ ശോചനീയം. അപ്പൊ ശോചനീയത വന്നുപോയ ഭാഗം സാമ്പത്തിക രംഗമല്ല. ഇത് മനസ്സിലാക്കാത്ത പൊട്ടന്മാരായി നമ്മൾ മാറരുത്. ഇനിയും പണമുണ്ടാക്കി മക്കളെ നമ്മൾ വഴിതെറ്റിക്കരുത്. അവർക്കെടുക്കാൻ പറ്റാത്തത്രയും സമ്പത്തിന്റെ ഉടമകളായി നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ചെയ്യാൻ തോന്നുന്ന വർത്തമാനങ്ങൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദുരന്തങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് അത്തരം സമ്പത്തിന്റെ ഉടമകളാക്കി കഴിയുമ്പോൾ ധാർമ്മികത എന്നുള്ള പാഠങ്ങൾ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ പായിനരികിൽ വന്ന് ഒരല്പസമയം ഇരിക്കാൻ അവർക്ക് സമയം കണ്ടെത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ അതിന് മറ്റു പലരെയും ഏൽപ്പിക്കും. തവനൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗമാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മലപ്പുറം ജില്ല എന്ന് പറയും, നമുക്കറിയാം. അവിടെയാണ് ഒരേ ദിവസം ഒരേ വൃദ്ധസദനത്തിൽ 5ഓളം അന്തേവാസികൾ മരിച്ചുപോയത്. ആരുമോരുമില്ലാത്തവരല്ല, മക്കളും പേരമക്കളും ഒക്കെയുള്ള ആളുകളാണ്. എങ്ങനെയാണ് ആ ദൗർഭാഗ്യവാന്മാർ അങ്ങനെ ആയിപ്പോയത്? അവരുടെ മക്കൾക്ക് പിടിപ്പത് പണിയുള്ളത് കൊണ്ടാണ്. അത്തരം പണികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി, മടയന്മാരായി, മൂഢന്മാരായി നമ്മൾ മാറരുത്. അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള വകകളുണ്ട് എങ്കിൽ അതോടൊപ്പമുള്ള ധാർമ്മിക ബോധം
മതപരമായ ചിന്ത, പരലോക വിശ്വാസം, ഇതൊക്കെയും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പ്രവാചകന്മാരാണ്. ഒരു സംശയമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന രാഷ്ട്രീയം. പ്രവാചകൻ മരിക്കുമ്പോൾ 30 സ്വാഴ് ഗോതമ്പിന് അവിടുത്തെ പടയങ്കി ജൂതനായ ഒരു മനുഷ്യന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആലോചിച്ച് നോക്ക്, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? നമ്മളൊക്കെ കടക്കാരായി മരിച്ചു പോകണമെന്നില്ല പറഞ്ഞതിനർത്ഥം. നമുക്ക് നമ്മുടെ സുരക്ഷിതയിൽ തന്നെ മരിച്ചു പോകാം. പക്ഷെ മറന്നു പോകാൻ പാടില്ലാത്ത അനശ്വരമായിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം മറന്നു പോകരുത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും നമ്മുടെ ചിന്തകളെ മാറ്റിപ്പണിയാനും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ തെളിച്ചം വരുത്താനും നിരന്തരം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാനുമൊക്കെയും ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂഹു ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വ. അള്ളാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയും അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിനാചരണങ്ങൾ നമ്മുടെ കലണ്ടറുകളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. അതിൽ കഴിഞ്ഞുപോയ ഒക്ടോബർ 1 ലോക വയോജന ദിനമായിരുന്നു. വൃദ്ധരായ ആളുകളോടുള്ള നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്വവുമൊക്കെ ഓർമ്മപ്പെടുത്താനും അത്തരം ചിന്തകളെ വീണ്ടെടുക്കാനും അവരോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാനുമൊക്കെയാണ് അത്തരം ദിനാചരണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത്, നമ്മളെക്കാൾ പ്രായമുള്ളവർ എന്ന് പറയുന്നത്, നമ്മുടെ വരവിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാണ് അവർ, നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ. നമ്മൾ പിറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജനനത്തെ വലിയ താല്പര്യപൂർവ്വം വീക്ഷിച്ചിരുന്നവരവരാണ്. നമ്മുടെ പേര് ചൊല്ലി വിളിച്ചവരവരാണ്. നമ്മെ കൈപിടിച്ച് നടത്തിയവർ അവരാണ്. നമ്മുടെ പ്രയാസത്തിൽ, വിഷമത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേദനിച്ചവരവരാണ്. നമ്മുടെ ഓരോ പുരോഗതിയിലും നമ്മുടെ ഓരോ വിജയത്തിലും അകമഴിഞ്ഞ് സന്തോഷം നടിച്ചവർ, അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിച്ചവർ അവരാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവർ. അതുകൊണ്ട് അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മാതാപിതാക്കളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, റഗൈമ അൻഫുൻ സുമ്മ റഗൈമ അൻഫുൻ സുമ്മ റഗൈമ അൻഫുൻ. ആ വാക്കൊരു പ്രയോഗമാണ്. മൂക്കുകുത്തി വീഴട്ടെ എന്നാണ്. മൂക്കുകുത്തി ഒരാൾ വീഴത്തപ്പോഴാണ് ഒരു നിർവാഹമില്ലാത്തപ്പോൾ, കൈകൊണ്ടൊന്നും തടയാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ഒരു ദയനീയമായ പതനം ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞിടത്തു. അള്ളാഹുവിന്റെ റസൂല് പറയാം, മൻ അദറക അബവൈഹി ഇൻദൽ കിബരി. വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത ആളെ പറ്റിയാണ് പ്രവാചകൻ അത് പറഞ്ഞത്. വൃദ്ധരായ മാതാപിതാക്കൾ തന്റെ ചാര ഉണ്ടായിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ അവൻ മൂക്കുകുത്തി വീഴട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചത് ആ ആളുകളെ പറ്റിയാണ്. അപ്പോൾ പരിഗണനയിൽ ഏറ്റവും പ്രഥമമായി നമ്മൾ പരിഗണിക്കേണ്ട ആളുകൾ നമ്മുടെ മാതാപിതാക്കളാണ്. എന്താണ് അതിന്റെ ഗൗരവം എന്ന് പറയുന്നത്? ആ പരിഗണനയിലെ കുറവ് കൊണ്ട് നമ്മുടെ സ്വർഗം നിഷേധിക്കപ്പെടുന്നു. ഗൗരവമല്ലേ അത്? ഈ നിസ്കാരമൊക്കെ വെറുതെയായി പോകും. ഈ നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ വെറുതെയായി പോകും. അതൊന്നും സ്വീകരിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സജീവമായിട്ടുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലല്ല, കേൾക്കാനുള്ള തന്മനസ്സുണ്ടാകണം, പരിഗണിക്കാനുള്ള ഹൃദയവിശാലത ഉണ്ടാകണം. മാതാപിതാക്കളെ നോക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുക, പോരാൻ നേരത്തെ 500 1000 കൈ കൊടുക്കുക, അതല്ല.
പരിഗണിക്കുക എന്നതാണ്. കേൾക്കാനും പരിഗണിക്കാനുമുള്ള സന്മനസ്സുണ്ടാവുക, അതാണ് പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തലമുറയെ പ്രവാചകൻ ബാലൻസ് ചെയ്യണം. എക്കാലത്തും സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നമാണത്. ഇളപ്രായക്കാരായ ആളുകൾ മുതിർന്ന സമൂഹത്തിലെ വൃദ്ധരായ ആളുകളോട് അവർക്ക് വലിയ കലിപ്പായിരിക്കും, അവർക്ക് ഇവരോടും അങ്ങനെയായിരിക്കും. ഈ 2 തരത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. കുട്ടികളുടെ ചാട്ടവും ഓട്ടമൊന്നും മുതിർന്ന ആളുകൾക്ക് പറ്റില്ല. അവരതിനൊക്കെ ശകാരിക്കാൻ തുടങ്ങും. അവരുടെ ശകാരം ഈ കുട്ടികൾക്ക് ഒട്ടും പറ്റില്ല. അവരതിനെ തട്ടിക്കയറി സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിലുണ്ടെങ്കിലോ അതിനിടയിൽ ഒരു മധ്യവയസ്കരായ നമ്മളെപ്പോലുള്ള ആൾക്കാരാണെങ്കിലോ ഈ 2 കൂട്ടർക്കിടയിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു. അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂല് ആ ബാലൻസിങ് എത്ര ഭംഗിയായി നിർവഹിച്ചു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാം, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന, നമ്മളെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. പ്രവാചകൻ പറയാം, വയഅരിഫു ശറഫ കബീറന, അതേപോലെ നമ്മിലെ വലിയവരുടെ മഹത്വം തിരിച്ചറിയാത്തവൻ അവനും നമ്മിൽപ്പെട്ടവനല്ല. തലനരച്ച മൊഴിയുള്ള ആളുകളെ അവരെ കണ്ടാൽ ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞത്. ആ ബഹുമാനത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ബഹുമാനിച്ചവനെ ബഹുമാനിക്കാൻ അള്ളാഹു അവന്റെ വാർദ്ധക്യത്തിൽ മറ്റു ചിലരെ ഏർപ്പാടാക്കുമെന്നാണ് പറയുന്നത്. അത്രയും ഗൗരവമുണ്ട് ആ കാര്യങ്ങൾക്ക്. അപ്പൊ മുതിർന്നവരെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ പൂർവികരായ വൃദ്ധരായ സമൂഹത്തോട് നിങ്ങൾ ആദരവ് വച്ച് പുലർത്തണം. ഈ 2 സമൂഹത്തെയും കൃത്യമായി യോജിപ്പിക്കാൻ ഇതേപോലെയുള്ള മറ്റൊരു കോട്ടിങ് നമുക്ക് ഉപയോഗിക്കാനില്ല. അത്രയും ഭംഗിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി പ്രായമായവരോട് എന്താണ് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്? നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എല്ലാം വളരെ മോശമായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ വൃദ്ധരായ ആളുകളുടെ കൂട്ടത്തിലുണ്ടാകാൻ സ്വാഭാവികമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഇന്ന മിൻ ശജറത്തിൻ ലാ യസ്ഖുതു വറഖഹ, ഒരു ഇലയും ഒഴിഞ്ഞു പോകാത്ത മരം ഏതാണ്? മരങ്ങളിൽ ഏത് മരമാണ് ഇല ഒഴിക്കാത്തത് എന്ന്. വഇന്നഹാ മിസ്ലുൽ മുസ്ലിം, അതുപോലെയാണ് മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈത്തപ്പനയാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത്. ഏതവസ്ഥയിലും ഉപകാരം മാത്രം കിട്ടുന്നു, അതിന്റെ ഏതും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അത്തരമൊരവസ്ഥയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവന് കുട്ടിയാകുമ്പോഴും യുവാവാകുമ്പോഴും വാർദ്ധക്യത്തിലാകുമ്പോഴും ഒക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും. നിങ്ങളിലെ വാർദ്ധക്യം പ്രാപിച്ച ആളുകൾ അവരുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ മേൽ ശരിയുമായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ് വചനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദരിക്കേണ്ടവരല്ലേ നമ്മുടെ പൂർവികരായ വാർദ്ധക്യം എന്ന സമൂഹം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ നിലയിൽ നമ്മുടെ ഇന്നലെകളിൽ കഴിഞ്ഞുപോയിട്ടുള്ള നമ്മളെക്കാൾ മുതിർന്ന ആളുകളോട് ഏറ്റവും മാന്യമായ രീതിയിൽ ഇടപെടാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെയും നമ്മൾ സന്ദർഭവും സൗകര്യവും കണ്ടെത്തണം. അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളാണ് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഖുർആനിൽ വന്നിട്ടുള്ളതുമായ പ്രാർത്ഥന റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, 2 അർത്ഥമാണ് അതിനുള്ളത്. അത് നമ്മുടെ ബാല്യകാലത്തെ അത് സ്മരിക്കുന്നുണ്ട്. എന്റെ ബാല്യകാലത്തിൽ എന്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ എന്നെ കാത്തു രക്ഷിച്ചത്, അതുപോലെ നാഥ നീ അവരെയും അവരോടും കരുണ ചെയ്യണമെന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആ രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും ആരോഗ്യപരമായ ബന്ധമുള്ള ഏഴുറ്റ സമൂഹമായി ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി
അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ വിശിഷ്യ ഫലസ്തീനിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وصحبه الأخيار وسلم تسليما كثيرا. وآخر دعوانا أن الحمد لله رب العالمين.